അടിച്ചതല്ല പ്രശ്നം, അടിച്ച ദൃശ്യങ്ങൾ നാട്ടുകാർ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ സസ്പെൻഷൻ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടു, അടിയന്തരമായി ഇടപെട്ടു എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു. അപ്പോൾ ഇത് ആളുകൾ വിചാരിക്കും ഇന്നലെ വൈകുന്നേരം അടി നടന്നു, രാത്രി തന്നെ അങ്ങനെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെയല്ല, 2024 അല്ലേ, 2024 ജൂണിൽ 2024 ജൂണിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതിനെതിരെ അവർ പരാതി കൊടുക്കുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നുണ്ട്, പോലീസിലെ ഹയർ അതോറിറ്റിയെ സമീപിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു രക്ഷ കിട്ടാതാകും, ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതിലാണ് ഈ ഞെട്ടിക്കുന്നത്. അപ്പോഴേക്കും 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ തനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് എന്നത് സ്ഥാപിക്കാൻ 1.5 വർഷം നിരന്തരമായ നിയമ പോരാട്ടം ഇവർക്ക് നടത്തേണ്ടി വരുന്നുണ്ട്. നിയമ പോരാട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ലല്ലോ, നമുക്കറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ. അപ്പോൾ അവർക്കത് നടത്താനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളായതുകൊണ്ടാട്ടോ. കാരണം അവർ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, സാമാന്യം എന്താ പറയുക, സോഷ്യൽ ക്യാപിറ്റലുള്ള ആളുകളാണ്, സോഷ്യൽ ക്യാപിറ്റലും ഫിനാൻസ് ക്യാപിറ്റലുള്ള ആളുകളാണ്. അങ്ങനെ ഇല്ലാത്ത എത്രയധികം മനുഷ്യർ ഇങ്ങനെ ഇടി കിട്ടി എന്താണ് എല്ല് വെള്ളമായി പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഇത് നോക്കണം, ഈ വർഷം തന്നെയാണ് 2025 സെപ്റ്റംബറിലാണ് കുന്നംകുളത്ത് നിന്ന് സമാനം എന്ന് പറയാൻ പറ്റില്ല, ഇതേക്കാൾ മാരകവും ഭീകരവുമായിട്ടുള്ളൊരു പോലീസ് മർദ്ദനത്തിൻ്റെ കഥ പുറത്തേക്ക് വന്നത്. അതെപ്പോൾ നടന്നതെന്ന് അറിയോ? 2023 അതും ജൂണിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ 2023 നടന്ന ഒരു പോലീസ് മർദ്ദനം, അത് പുറത്തേക്ക് വരുന്നത് 2025 സെപ്റ്റംബറിലാണ്. അതും അതൊരു പൊതുപ്രവർത്തകനാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാദേശിക ഭാരവാഹിയാണ്, സജീവ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് സുജിത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിരന്തരം കോടതികളുടെയും വിവിധ ഫോറങ്ങളുടെയും വാതിൽ പോയി മുട്ടുവാൻ അദ്ദേഹത്തിൻ്റെ ലോക്കലായിട്ടുള്ള കോൺഗ്രസ്സിലെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് ആ ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, അതിൽ വിജയിക്കുന്നത് വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും. കേരളത്തിൽ പോലും ഈ ഒരു പ്രക്രിയക്ക് വർഷങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു വിരോധാഭാസം അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇത് പോലീസിനോടാണല്ലോ ഫൈറ്റ് ചെയ്യുന്നത്, ഇടി തന്ന പോലീസിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഈ പറഞ്ഞ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റലും ഫിനാൻസ് ക്യാപിറ്റലും ഇല്ലാത്ത ആളുകൾക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല.